ട്രംപ് പറഞ്ഞാൽ പറഞ്ഞതാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇതാ അവസാനിക്കാൻ പോകുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പല വമ്പന്മാരും പലപ്പോഴായി ശ്രമം നടത്തിയിട്ടും പരാജയപ്പെട്ട് പിന്മാറിയ അതേ ഇടത്താണ് ട്രംപ് നിൽക്കുന്നത്. ഇസ്രയേലിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ട്രംപ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. അതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനൊരുങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ ഉടനെ തന്നെ അംഗീകാരം നൽകിയേക്കും. അമേരിക്കയും ഫ്രാൻസുമാണ് കരാറിന് മേൽനോട്ടം വഹിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള 2 മാസം ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറണമെന്നും ഹിസ്ബുള്ള ഇസ്രയേലിനെതിരായ സായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും കരാറിലെ വ്യവസ്ഥകളിൽ പറയുന്നുണ്ട്. ലബനീസ് പൗരന്മാർക്ക് സുരക്ഷിതമായി അവരുടെ ഗ്രാമങ്ങളിൽ മടങ്ങിയെത്താൻ അവസരം ഒരുക്കണമെന്നും കരാറിൽ പറയുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചകൾ നടക്കുന്നതിനിടെ ലബനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. തെക്കൻ കിഴക്കൻ ലെബനിലാണ് ആക്രമണങ്ങൾ നടന്നത്. കിഴക്കൻ ലെബനീസ് ഗവർണറേറ്റായ ബാൽബേക്ക് ഹെർമലിൽ നടന്ന ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 8 പേർ നാബി ചിറ്റിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന് നേരെ നടന്ന ആക്രമണത്തിലാണ് കൊല ചെയ്യപ്പെട്ടത്. ഹെർമലിലാണ് മറ്റു 3 പേർ കൊല്ലപ്പെട്ടത്. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച ഹിസ്ബുള്ള 160 മിസൈലുകൾ ഇസ്രയേലിന് നേർക്ക് തൊടുത്തിട്ടുണ്ടായിരുന്നു. തലസ്ഥാനമായ ടെല്ലവീവ്, തെക്കൻ ഇസ്രയേലിലെ അഷ്തോദ് നാവികത്താവളം എന്നിവിടങ്ങളിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 11 പേർക്ക് പരിക്കേറ്റെന്നും ഒരാളുടെ നില ഗുരുതരമാണെന്നുമാണ് വിവരം. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഇസ്രയേൽ നിരന്തരം ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഉൾപ്പെടെ 63 പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതുവരെ 3000-ഓളം പേരാണ് ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതിൽ 589 സ്ത്രീകളും 185 കുട്ടികളും അടങ്ങിയിട്ടുണ്ട്. 13,492 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ലബനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. ലബനനിൽ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിച്ചതായി തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. US ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഈ കരാറിൽ 2 മാസത്തെ വെടിനിർത്തലാണ് ലക്ഷ്യമിട്ടത്. ഈ സമയത്ത് ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറുകയും ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ തെക്കൻ അതിർത്തിയിൽ സായുധ സാന്നിധ്യം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കരാർ ആവശ്യപ്പെട്ടത്. ഇത് ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് 18 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരുവശത്തുമുള്ള സൈനികരെ പിൻവലിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ നിലവിൽ അവിടെയുള്ള UN നിരീക്ഷക സേനയ്ക്കൊപ്പം ആയിരക്കണക്കിന് ലബനീസ് ആളുകളെയും പ്രദേശത്ത് വിന്യസിക്കുകയും ചെയ്യും. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 1 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ 2006-ൽ പാസാക്കിയ വെടിനിർത്തൽ കരാറിന്റെയും UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 1701-ന്റെയും നടപ്പാക്കൽ നിരീക്ഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കുമെന്ന് വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത്തരമൊരു സമീപനത്തിലേക്ക് ഇസ്രയേൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊരു സംശയം ഇവിടെ സ്വാഭാവികമാണ്. കാരണം ഹമാസ് ഇസ്രയേൽ സംഘർഷമാണ് എല്ലാത്തിൻ്റെയും ആധാരം. എന്നാൽ ഹമാസിനെ മുച്ചോട് മുടിപ്പിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി യുദ്ധത്തിനിറങ്ങിയ ഇസ്രയേൽ ഇപ്പോൾ ഇതിന് സമ്മതം മൂളിയതിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടൽ തന്നെയാണ്. 1 വർഷമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധക്കുറ്റം ചുമത്തി ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും കുറ്റക്കാരാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഒക്ടോബർ 7-ലെ ആക്രമണവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ് കേസ് വന്നത്. അന്താരാഷ്ട്ര കോടതിയുടെ ഈ തീരുമാനത്തോടെ ഉക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധത്തെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ലിബിയൻ ഭരണാധികാരിയായിരുന്ന അമ്മർ ഗദ്ദാഫിയുടെയും നിരയിൽ നെതന്യാഹുവും അണിചേരുകയായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ അംഗീകരിക്കുന്ന ബ്രിട്ടനും അതുപോലെ തന്നെ കാനഡയും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് കൈമാറുമെന്ന തീരുമാനത്തിലേക്കും എത്തപ്പെട്ടു. ഇതോടെ കാനഡയ്ക്കെതിരെ ഭീഷണിയുമായിട്ടാണ് അമേരിക്ക രംഗത്തെത്തിയത്. എന്നാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളുടെ കിടപ്പുവശം ഇസ്രയേലിന് എതിരായതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് അമേരിക്ക എത്തപ്പെട്ടത്. ആഗോളതലത്തിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ ഭിന്നതകൾ വന്നതോടെ മറ്റ് രക്ഷയില്ലാതെയാണ് വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് ഇവരെത്തിച്ചേർന്നത്. അമേരിക്കയുടെ ഒത്താശയോടെയാണ് ഇസ്രയേൽ ഫലസ്തീനിൽ വ്യോമാക്രമണം കടുപ്പിച്ചത്. നെതന്യാഹുവിന്റെ കടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ ബൈഡൻ എന്ന ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നതോടെ നെതന്യാഹുവിനുണ്ടായിരുന്ന പിന്തുണയും നഷ്ടമാവുകയാണ്. ജനുവരിയോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2ാം അംഗത്തിനെത്തുന്ന ട്രംപ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് വരുന്നത്. വൈറ്റ് ഹൗസിലേക്ക് എത്തുന്ന ട്രംപിന് വേണ്ടത് യുദ്ധം അവസാനിക്കൽ മാത്രമാണ്. അന്തർദേശീയ തലത്തിലെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ച യുദ്ധത്തിന് അറുതി വരുത്തി ചരക്കു ഗതാഗതം പോലും സുഗമമാക്കിയാൽ മാത്രമേ ടെക് ഭീമനും തന്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ച ഇലോൺ മസ്കിന് ആശ്വാസമാവുകയുള്ളൂ.
മസ്കിനെ സംബന്ധിച്ച് ബിസിനസ്സാണ് മുഖ്യം. ട്രംപും ഈ നയം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇലോൺ മസ്ക് ഇറാനുമായി ഒരു സമാധാന ശ്രമം പോലും നടത്തിയത്. യുദ്ധം അവസാനിച്ച് ഇരുകൂട്ടരും ശാന്തമാകുന്നതോടെ മസ്കിന് സന്തോഷമാകും. കാരണം പശ്ചിമേഷ്യ ബിസിനസ്സിന് പറ്റിയ മണ്ണാണ്. ഈ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ മനംമാറ്റം സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മറ്റൊരു സംശയം കൂടി നമുക്ക് വരുമല്ലോ. ഇനിയിപ്പം ലെബനിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം ഇറാനിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണോ എന്ന സംശയമാണ് ഇവിടെ ഉടലെടുക്കുക. കാരണം ഇറാനും ഇസ്രയേലും രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് ഇത് പരിവർത്തനപ്പെടും. അതേസമയം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ കേവലം സായുധ സംഘടനകൾ മാത്രമാണ്. ഇരു സംഘടനയ്ക്കും പിറകിൽ നിൽക്കുന്ന ശത്രുവിനെ ആക്രമിക്കാനാണോ ഇസ്രയേലിന്റെ പദ്ധതി എന്ന ചർച്ചകളും ഇവിടെ സജീവമാണ്. ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് ലെബനീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചർച്ചകളിൽ ഹിസ്ബുള്ള നേരിട്ടുള്ള കക്ഷിയായിരിക്കില്ല. കരാറിലെ വ്യവസ്ഥകൾ ഹിസ്ബുള്ള പാലിക്കുമെന്ന് തന്നെയാണ് ലെബനൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. നിർദ്ദിഷ്ട വെടിനിർത്തൽ പ്രകാരം അമേരിക്ക 5 രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര നിരീക്ഷണ സമിതിയെ നയിക്കും. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇത്. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയാൽ അതിർത്തിയിൽ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2023 ഒക്ടോബർ 8 ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി പട്ടണങ്ങളിലേക്ക് ഷെല്ലുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ലെബനിലുടനീളം തീവ്രമായ ബോംബാക്രമണത്തിനിടയിൽ ഇസ്രയേൽ കര അധിനിവേശം ആരംഭിച്ചതോടെ സെപ്റ്റംബർ അവസാനം മുതൽ പോരാട്ടം ശക്തമായി തുടങ്ങി. ഫലസ്തീനും ഗാസയിലും മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരുന്നു. സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അമേരിക്ക തന്നെ ഇരു രാജ്യങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കാരണം ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും യുദ്ധരംഗത്ത് നൽകിയത് അമേരിക്ക എന്നൊരൊറ്റ കക്ഷിയാണ്. അമേരിക്കയാണ് ആയുധങ്ങളും രക്ഷാകവചങ്ങളും ഒക്കെ ഇസ്രയേലിന് നൽകിയത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാരിന് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടത് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയാണ്. പ്രത്യേകിച്ച് വടക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 60,000-ത്തിലധികം ഇസ്രയേലി പൗരന്മാർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് 1 വർഷത്തിലേറെയായി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വരാനായിട്ടേയില്ല. ഈ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഇസ്രയേലിൻ്റെ യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരെ വിമോചിപ്പിക്കാൻ സാധിക്കാത്തതും ഇസ്രയേലി പൗരന്മാരുടെ പ്രശ്നങ്ങൾ കാര്യമായി പരിഹരിക്കാനാകാത്തതുമൊക്കെ തന്നെ ഇസ്രയേലികൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയതും നെതന്യാഹുവിനോട് അധികാരം ഉപേക്ഷിക്കാൻ പറഞ്ഞതുമൊക്കെ. സാധ്യമായ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചില വടക്കൻ പട്ടണങ്ങളുടെ മേയർമാർ ഈ കരാറിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേലിന്റെ കീഴടങ്ങൽ കരാർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയെ അതിർത്തി മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ പര്യാപ്തമല്ലെന്നാണ് അവരുടെ ആരോപണം. മടങ്ങി വരുന്ന താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കരാർ പരാജയപ്പെട്ടുവെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കുമെന്ന ചർച്ചകൾക്ക് നമുക്ക് ഒരു പ്രതീക്ഷാവഹമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ വെടിനിർത്തൽ കരാറിലൂടെ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി കാണാനുള്ളത്. പുതിയ അപ്ഡേറ്റുകൾ എന്ത് തന്നെയായാലും അറിയിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.